ഹായ് ഹലോ. കേരളത്തിൻ്റെ പ്രകൃതി മനോഹരമായ കൊല്ലങ്കോട്ടേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ കാണാം, എവിടെയൊക്കെ പോകാം എന്നുള്ള വീഡിയോ ആണ്. വേഗം സേവ് ചെയ്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തോ. ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട്. ആദ്യം തന്നെ നമ്മുടെ റോഡ് സൈഡിൻ്റെ തന്നെ അടുത്തുള്ള ഒരു പാടത്തേക്ക് പോകും. യെസ്, കുടിലിടം. പാടത്തിന് നടുക്കായി ഇതുപോലെ കുറച്ച് ഹട്ടുകളും പിന്നെ സന്ദർശകരെ ആകർഷിക്കാൻ ഇതുപോലെ കുറച്ചധികം ഫോട്ടോ പോയിന്റ്സും ഇവിടെയുണ്ട്. പച്ച വിരിച്ച് നിറഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളും നെല്ലിയാമ്പതി മലനിരകളും നീലാകാശവും എന്നും ഇവിടേക്ക് സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അവിടെ നിന്നും കുറച്ച് പോയ ഒരു ഡിഫറെൻ്റ് അമ്പലം നമുക്ക് കാണാം. ഫുൾ മരങ്ങളാൽ ചുറ്റപ്പെട്ട സമാധാനം തരുന്ന ഒരു അമ്പലം. ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഹൂ ലവ്സ് ശാന്തത. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച കാര്യം സാധിച്ചാൽ പിന്നീട് വീണ്ടും വന്ന് നമ്മൾ കോഴിവെട്ട് നടത്തി അവിടെ തന്നെ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ കാണാനിടയായി. വീക്കെൻഡ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ആ പറഞ്ഞ ചടങ്ങ്. ഒരു ഫാമിലി വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഫേമസ് ആയിട്ടുള്ള അടിപൊളി പരിപ്പുവടയും വടയും ചായയും കുടിക്കാൻ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കാരണം ഒരുപാട് പഴമകൾ നിറഞ്ഞ ഒരു കട. വെറും പരിപ്പുവടയും വടയും മാത്രമേ അവിടെ കിട്ടുള്ളൂ, പക്ഷെ അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതാട്ടോ ചെല്ലഞ്ചേട്ടൻ. അവിടെ നമുക്ക് അടുത്ത് തന്നെയാണ് പെരിങ്ങോട്ടുകളം, നെല്ലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. ബട്ട് അത് ആ സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ പോയന്ന് ക്ലോസ്ഡ് ആയിരുന്നു, പണ്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലേസ് താമരപ്പാടം. ഇതുപോലെ പാടത്ത് പൂക്കളൊക്കെ നട്ട് മനോഹരമായ ഒരു സ്ഥലം. ഈ കുടിലിടത്തും താമരപ്പാടത്തും 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലം. അതിനടുത്ത് തന്നെയാണ് സീതാർകുണ്ട് വാട്ടർഫോൾസ് വരുന്നത്. പിന്നെ സിനിമകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ്റെ കടയിൽ പോയി മീൽസും കഴിക്കുക. അപ്പം എങ്ങനെയാ, കൊല്ലങ്കോട്ടേക്ക് വിടുകയല്ലേ?